ആരായി മൂടി പുതച്ചുറങ്ങുന്നവൻ? ആരെ കുറിച്ചായി അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? ആരോടായി നിസ്കരിക്കാൻ പറഞ്ഞത്? തഹജ്ജുദ് നിസ്കാരം രാത്രിയുടെ 3/4 ഭാഗം നിസ്കരിക്കണം എന്നല്ലേ ആദ്യം പറഞ്ഞത്? പിന്നെ പറഞ്ഞത് പകുതി ഭാഗം, പിന്നെ പറഞ്ഞു മിനിമം ഒരു 1/4 ഭാഗമെങ്കിലും നിസ്കരിക്കണം. അത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് പിതാവ് പറഞ്ഞു, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത തഹജ്ജുദ് നിസ്കാരമാണ്, നിർബന്ധമാക്കിയ തഹജ്ജുദ് നിസ്കാരമാണ്. അപ്പൊ ഈ കൊച്ചുമകൻ ഉപ്പയോട് ചോദിച്ചു, എന്തേ എന്നാൽ നിങ്ങൾ നിസ്കരിക്കാത്തത്? നബി തങ്ങൾ നിസ്കരിച്ചതുപോലെ നിങ്ങൾക്കും നിസ്കരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പിതാവ് പറഞ്ഞു, മോനെ, അതെനിക്ക് നിർബന്ധമല്ല, നബി തങ്ങൾക്ക് നിർബന്ധമാക്കി കൊടുത്തതാണ് അല്ലാഹു, ഉമ്മത്തിനത് നിർബന്ധമാക്കിയിട്ടില്ല എന്ന്. പിന്നെ ആ കുട്ടി വീണ്ടും ഉപ്പയോട് ചോദിക്കുകയാണ്, മുസമ്മിൽ സൂറത്തിലെ അവസാനത്തെ ഭാഗം, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വതായിഫത്തും മിനല്ലദീന മഅക, നിങ്ങളുടെ രക്ഷിതാവിനറിയാം നിങ്ങൾ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യം. വതായിഫത്തും മിനല്ലദീന മഅക, നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൂടെ നബി തങ്ങളോട് അല്ലാഹു പറയാണ്, നബിയെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് എനിക്കറിയാം, നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ കുട്ടി ചോദിച്ചു പിതാവിനോട്, ആ ഒരു കൂട്ടം ആളുകൾ ആരാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എനിക്കറിയാമെന്ന് അല്ലാഹു പറഞ്ഞ വിഭാഗം ആരാണ്? അപ്പോഴാണ് മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് പിതാവ് പറഞ്ഞത്, അത് മഹാന്മാരായ സ്വഹാബാക്കളാണ്, നബി തങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന സ്വഹാബാക്കളാണ്. അപ്പോഴാണ് ആ കുട്ടി ചോദിച്ചത് പിതാവിനോട്, അല്ലയോ പിതാവേ, അല്ലയോ ഉപ്പ, ആ സ്വഹാബാക്കൾ തഹജ്ജുദ് നിസ്കരിച്ചതുപോലെ എന്തേ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചിരുന്നില്ല പിതാവ്. അപ്പൊ മകൻ തിരുത്താണ്. അതുപോലെ മക്കൾ തിരുത്തണം. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു പോയാൽ ഈ മക്കളെ കണ്ട് മാതാപിതാക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, വീട്ടുകാരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, ചങ്ങാതിമാരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. എങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, സ്വഹാബാക്കളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് എന്തേ നിസ്കരിച്ചുകൂടെ? അപ്പൊ പിതാവ് പറഞ്ഞ മറുപടി ശരിയാണ്, മകനെ, മോനെ, നീ പറഞ്ഞത് ശരിയാണ്. ഇന്നു മുതൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും, ഇന്നു മുതൽ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും എന്ന് പറഞ്ഞു. അന്നു രാത്രി കിടന്നുറങ്ങി. തഹജ്ജുദിന്റെ സമയമായപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയുണ്ടായി. ചെറിയ കുട്ടിയാണ്, വുദൂ ചെയ്യാൻ അറിയാത്ത കുട്ടിയാണ് അബൂ യസീദുൽ ബിസ്താമി. പിതാവ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റപ്പോ ഈ കുട്ടിയും പിതാവിന്റെ കൂടെ എണീറ്റു. എന്നിട്ട് പിതാവിന്റെ സമീപത്തേക്ക് പോയി, ഉപ്പ, നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിതാവ് പറഞ്ഞു, മോനെ, നീ ചെറിയ കുട്ടിയാണ്, നിനക്ക് നിസ്കരിക്കാനുള്ള പ്രായമായിട്ടില്ല, നിനക്ക് ഖുർആൻ ഓതാനും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള പ്രായമായിട്ടില്ല, മോനെ, നീ പോയിട്ട് ഉറങ്ങ് എന്ന് പറഞ്ഞു. ഉപ്പ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചു, പഠിപ്പിച്ചു കൊടുത്തില്ല, ചെറിയ കുട്ടിയല്ലേ എന്ന ചിന്തയോടുകൂടി. അപ്പൊ കുട്ടി ഉപ്പയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ഉപ്പയോട് പറയാണ്, ആളുകൾ കൂട്ടം കൂട്ടമായി അങ്ങ് മഹ്ശറയിലേക്ക് പോകുന്ന സമയമുണ്ട്. എന്തിനാണ് പോകുന്നത്? അവരുടെ നന്മ അന്വേഷിക്കാനാ പോകുന്നത്. ജീവിതത്തിൽ ചെയ്ത നന്മ കാണാൻ വേണ്ടി ആളുകൾ മഹ്ശറയിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയും, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാൻ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പഠിപ്പിക്കാതെ എന്നെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചു എന്ന്, നിസ്കരിക്കാൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ നിസ്കരിക്കാൻ പഠിപ്പിക്കാതെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ഉറങ്ങാൻ എന്നെ പറഞ്ഞേച്ചു എന്ന് ഞാൻ നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ യസീദുൽ ബിസ്താമിയുടെ പിതാവ് പറഞ്ഞു, മോനെ, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, മോനെ, ഒരിക്കലും നീ അങ്ങനെ ചെയ്തു പോകരുത്. എന്നിട്ട് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചു, നിസ്കരിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ഇനി മേലാൽ നിന്നെക്കാളും മുമ്പ് നിന്റെ വീട്ടിലെ പൂവൻ കോഴി
ഉണരാൻ പാടില്ല. എല്ലാ വീട്ടിലെയും കോഴികൾ, പൂങ്കോഴികൾ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ ഉണരും. ബാങ്ക് വിളിക്കുന്നതിനും മുമ്പേ ഉണരും. മലക്കുകളുടെ സാന്നിധ്യം കാണുമ്പോൾ അവർ കൂവും. ആ കൂവുന്ന സമയത്ത് ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. അതുകൊണ്ട് നീ മേലാൽ നിന്നെക്കാളും മുമ്പ് പൂവൻകോഴി ഉണരരുത്. വീട്ടിലെ കോഴി ഉണരുന്നതിനേക്കാളും മുമ്പ് മോനെ നീ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പിതാവ് ചെറിയ കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിച്ചാൽ മറ്റുള്ളവരെ പോലെ ആവാൻ പാടില്ല. നമ്മുടെ കൂട്ടുകെട്ടുകൾ മോശക്കാരാവാൻ പാടില്ല. ആഫിനീങ്ങളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ, സാലിഹീങ്ങളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ സ്വഭാവത്തിൽ അതിന്റെ മാറ്റം കാണണം. ഖുർആൻ പഠിക്കലല്ല ഉത്തമം, ഖുർആൻ ജീവിതത്തിൽ പകർത്തലാണ് ഉത്തമം. ഖുർആൻ പഠിക്കലല്ല ഉത്തമം, ഖുർആൻ ജീവിതത്തിൽ പകർത്തലാണ് ഉത്തമം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഒരു വിഷയം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഞങ്ങളിൽ ഹാഫിലീങ്ങൾ കുറവായിരുന്നു, പക്ഷേ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ശേഷം ഒരു കാലം വരാനുണ്ട്, ഹാഫിലീങ്ങൾ ഒരുപാട് ഇറങ്ങും. എല്ലാ മാസങ്ങളിലും ഹാഫിലീങ്ങൾ ഇറങ്ങും. പക്ഷേ അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളെ കാണാനേ കഴിയൂല. അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ്. അവസാന കാലമാകുമ്പോൾ ഹാഫിലീങ്ങൾ ഒരുപാട് ഇറങ്ങും, പക്ഷേ അമൽ ചെയ്യുന്നവരെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആലിമീങ്ങളായി പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ എന്റെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ പറയാൻ, എല്ലാവരും സ്ഥാപനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തരുത്. നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ ഭാഷകളിലുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല. നല്ലൊരു അധ്യാപകനെ വെച്ച ഭാഷ നന്നായി കുട്ടികൾ കൈകാര്യം ചെയ്യാൻ പറ്റും. നല്ല ഭാഷ, ഇംഗ്ലീഷ് മിനിമം ഇംഗ്ലീഷ് എങ്കിലും നന്നായി കൈകാര്യം ചെയ്യുന്നവരായി. പിന്നെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം അറിയുകയും അതിന്റെ ഏതെങ്കിലും ഒരു തഫ്സീർ ഇപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അറിയില്ല, കുഴപ്പമില്ല, എന്നാൽ ഒരു അർത്ഥമെങ്കിലും അറിയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. പക്ഷേ ഈ മക്കൾ ഇവിടെ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ മക്കള് ഹിഫ്ള് കഴിഞ്ഞാൽ നേരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ സനത് കൊടുത്ത് വിടുകയാണെങ്കിൽ അതത്ര നല്ലതല്ല. കുട്ടികള് സനത് കൊടുക്കണമെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കണം. ആ ഒരു ഡിമാൻഡും കൂടി നിങ്ങൾ വെക്കണം. ആ കുട്ടികള് നമ്മൾ മക്കളെ പഠിപ്പിക്കുകയാണല്ലോ, ഹിഫ്ള് പഠിപ്പിക്കുകയാണല്ലോ, ആ മക്കള് വേറൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കണം. എന്നിട്ട് ഖുർആൻ ലഗാതമായ പാണ്ഡിത്യം അവർക്കുണ്ടാവണം. നിങ്ങളുടെ നാട്ടുകാരൊക്കെ വലിയ വലിയ മുതലാളിമാരാണ്. നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഒന്നിച്ചാൽ, എല്ലാവരും ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ വെറും ഒരു ഹിഫ്ള് എന്നതിന് പകരം ഖുർആനിൽ റിസർച്ച് നടത്തുന്ന, ഖുർആനിൽ ഗവേഷണം നടത്തുന്ന